അതെ ഇറങ്ങുക. പിന്നെ വിളിക്കാം. സുരേഷ് ഏതാ പോയി? ശരി സാർ. സാർ സത്യം സാർ, ഈ സ്ക്രിപ്റ്റിന്റെ കാര്യം കാലം കുറെ ആയില്ലോടെ തായത് കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞത് ആദിത്യൻ സാറ് മറ്റൊരാളുടെ തിരക്കഥയിൽ സിനിമ ചെയ്യാറില്ലെന്ന്. സാർ ഒരു 10 മിനിറ്റ്. എടോ, ആദിത്യൻ സാർ അടുത്ത 6 പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. പോരാത്തതിന് 10-25 പ്രൊഡ്യൂസേഴ്സ് വെയിറ്റിംഗുമാണ്. താ ഒരു കാര്യം ചെയ്യും, പോയിട്ടൊരു 15 വർഷം കഴിഞ്ഞ് വാ. പിന്നെ ഇവിടെ കിടന്ന് ബേളം ഉണ്ടാക്കല്ലേ. സാർ ആദിത്യൻ സാറ് അകത്ത് ചാനൽ ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുകയാണ്, ഇപ്പൊ വരും. ഞാനൊന്ന് ഇറങ്ങി. ശരി സാർ. സത്യം എന്താ ഇവിടെ? സഹായിക്കണം സാർ, പ്ലീസ് സാർ. എന്റെ പേര് കൃഷ്ണൻ. കഴിഞ്ഞ 1.5 വർഷമായിട്ട് സാറിനെ കാണാൻ വേണ്ടി ശ്രമിക്കുകയാണ്, ഈ തിരക്കഥ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടി. പക്ഷെ സാറിന്റെ അടുത്തൊന്ന് അടുക്കാൻ പോലും എവരാരും സമ്മതിക്കില്ല. സത്യ കൃഷ്ണകുഞ്ഞെ, ഒരു കാര്യം ചെയ്യും, ഇപ്പൊ പോയിട്ട് ഉച്ച കഴിഞ്ഞു വാ. ഇത്രയും വലിയ തിരക്കഥയൊന്നും വായിക്കാൻ പറ്റത്തില്ല. ഒരു നട്ട്ഷൽ 10 മിനിറ്റ് കൊണ്ട് എന്നെ കഥ പറഞ്ഞ് അത്ഭുതപ്പെടുത്താൻ പറ്റിയ, ഇൻസ്പയർ ചെയ്യാൻ പറ്റിയ നമുക്ക് നോക്കാം. പോയിട്ട് നന്നായി കൂടറോ. എത്ര പാവപ്പെട്ട ചെറുപ്പക്കാരുടെ ശാവാ താൻ ഈ വാങ്ങിച്ചു വെക്കുന്നത്. എന്തെല്ലാം സ്വപ്നങ്ങളുമായിട്ടായിരിക്കും ചെറുപ്പക്കാരൻ വീട്ടിൽ നിന്ന് വണ്ടി കയറിയത്. പണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാട്ടായിക്കോണത്തിൽ നിന്ന് ചുമല ബസ് പിടിക്കുമ്പോൾ മോനും ഇതുപോലെ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നില്ലേ? പക്ഷെ ഒരൊറ്റ കുഴപ്പമേ പറ്റിയുള്ളൂ. എന്തുവാ താൻ ഇപ്പോഴും ആ ബസ്സിൽ തന്നെ ബാക്ക് സീറ്റിൽ പുറകിലോട്ട് നോക്കി വായും പഠിച്ചിങ്ങനെ വേന്ന് പറഞ്ഞിട്ട്. ഇറങ്ങേണ്ട സ്റ്റോപ്പിലൊന്നും താൻ ഇറങ്ങിയില്ല. കൂടെയുള്ളവന്മാരൊക്കെ പലയിടത്തിറങ്ങി പല വഴിക്കെത്തി വലിയ നിലയിലായി. അതുകൊണ്ട് എന്താ ഈ പറഞ്ഞ 15 വർഷമായിട്ട് ഒരൊറ്റ നിപ്പ അസോസിയേറ്റ് ഡയറക്ടർ മാറൂല. നന്നാവാൻ ശ്രമിക്കും സത്യ, നന്നാവുന്നല്ലാടോ. ഒരെണ്ണടുത്ത് ആക്രിക്ക് കൊടു, വായും നോക്കി ഇരിക്കുക. ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ചുമ്മാ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നത്തിന് ആ ബഷീറിന്റെ നട്ടലിനൊരു ഒടിവുണ്ടെന്നാ കേട്ടത്. കൂടെ ഉണ്ടായിരുന്ന 3 പേരുടെ അപ്പി പൈപ്പിട്ടാ എടുത്തത്. എന്റെ പൊന്നു പള്ള, ഈ വേറിലിട്ട ചായ തരുമ്പോ തന്നെ അപ്പിയുടെ കാര്യം കൂടെ പറയണം. അടിയല്ലേ ഇപ്പൊ ഒന്നും അറിയൂല മോനെ. ദിവസം 2 കഴിയുമ്പോ ചോര തൂറി തുടങ്ങും. ഉണ്ടിക്കിട്ടല്ല നല്ല കുത്ത് കിട്ടി. ആന്റണിയുടെ വീടേതാ? ആരാ? ടാർസന്റെയോ? ടാർസനും ആന്റണിയെ കണ്ടിട്ട് എന്താ ആവശ്യം? ഒരു വർക്ക് ഉണ്ടായിരുന്നു. എന്താ നിന്റെ പ്യാരി? ഭാഷ. നിന്റെ ഭാഷയല്ലോ ചോദിച്ചതിന്റെ പ്യാരെന്താന്ന്? പേര് തന്നെയാ പറഞ്ഞത്, ഭാഷ. പേരിനെങ്കിലും ഒരു പേരിടാമായിരുന്നു. വർക്കെന്ന് വെച്ചാൽ വെട്ടാണോ ഓടിയാണ്. കൊലയാണെങ്കിൽ വെക്കാൻ സ്കൂട്ടായിക്കോ ആവക കൊട്ടേഷൻ ടാർച്ചനെ ഏറ്റെടുക്കൂല. അല്ല, അവനിപ്പോ എവിടെയുണ്ട്? ഇന്നലെ ഒരു സുവിശേഷം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ആ കുഞ്ഞാടുകളുടെ രോഗശാന്തി ശുശ്രൂഷയ്ക്ക് പോയിരിക്കുക. ഇപ്പൊ വരും. അപ്പൊ അവൻ പുരോഹിതനായോ? പുരോഹിതൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് കുമ്പസാരിക്കണവർ അണ്ണന് താല്പര്യമില്ല. പിന്നെ നന്നാവില്ലെന്ന് ഉറപ്പിച്ച ചില കുഞ്ഞാടുകൾ റോട്ടയിലിട്ട് കുമ്പസാരിപ്പിക്കും. ആന്റണിയുടെ വീട് എവിടെയാ? വേണ്ട, ഞാനിവിടെ മലയാളിയാണല്ലേ? ഞാനും മുമ്പ് സിനിമയിലുണ്ടായിരുന്നു, ഡ്രൈവറായിരുന്നു. ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റി കുറച്ചാൾ കിടന്നു. പിന്നെ പണിക്ക് പോകാൻ സമ്മതിക്കുകയല്ല. എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെയാ? എവിടെ? കോളിളക്കത്തിന്റെ സെറ്റില്. കോളിളക്കം മാഷാണോ വർക്ക്? അല്ല, ഞാൻ ജയൻ സാറിനെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. നിങ്ങളുടെ വണ്ടിയിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയത്. പെങ്ങളാ? കുട്ടിക്കാലം മുതല് ജയനെ കല്യാണം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഓഹോ. കുറച്ചു നാൾ എന്റെ ഉണ്ടായിരുന്നു മദ്രാസിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട്. ജയൻ മരിച്ച പിന്നെ ജയൻ സാറിന്റെ ഭാഗ്യം. ആന്റണിയെ കണ്ടില്ല. എടി മേരി കൊച്ചേ, ഇവരിത് എവിടെ പോയി കിടക്കുക? എന്നോടാണോ? പിന്നല്ലാതെ. അല്ലെങ്കിൽ തന്നെ പുന്നാര മോനെ എങ്ങോട്ടെങ്കിലും പോന്നെങ്കിൽ എന്നോട് സമ്മതം വാങ്ങിച്ച് ഒപ്പിട്ട് പോന്ന പോലെയാ ചോദ്യം. എന്തോത്തിനാ ഇപ്പൊ അവനെ കാണുന്നേ? എന്റെ അമ്മയാ, ധർമ്മരാജൻ മാഷ്. നമസ്കാരം. ഓ, നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ജീവിതത്തിൽ സിനിമ കാണാത്ത വർഗമാണ്. ഒരു സിനിമ ടിക്കറ്റിന്റെ പൈസ 10 കൂടി കപ്പ വയ്ക്കാന്ന് വിചാരിക്കുന്ന ടീം. പിന്നെ പണ്ട് ബെഞ്ചിലിരുന്ന് സിനിമ കാണുന്ന കാലത്ത് സ്റ്റണ്ട് ധർമ്മരാജൻ എന്ന് എഴുതി കാണിക്കുമ്പോ എന്തോരം കൈയടിച്ചവനായി തങ്കച്ചൻ. അയ്യോ, നമ്മുടെ ആന്റണിയുടെ തല്ലു മാസ്റ്റർ. ഓ, സ്റ്റണ്ട് മാസ്റ്റർ. നീ മാസ്റ്റർക്ക് ചായ എടുക്കാം. 2 പേർക്കും വേണോ? പിന്നെ അത് അസിസ്റ്റന്റാ. എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ആ മോളെ, ഇത് ആനി, അവന്റെ താഴെയുള്ളതാണ്. ഓക്കോ. അതെ, ചായ മതിയോ അതോ? അയ്യോ, സ്റ്റോക്കുണ്ട്.
എത്ര നേരമായിട്ട് അറിയോ മാസ്റ്റർ വന്നിട്ട്? ഭാഷ എന്താ ശ്രീവഴിക്കൊക്കെ? അതെ, ശരിക്കും നീ ആരാ? ടാർസൻ ആന്റണിയാണോ ബ്രദർ ആന്റണിയാണോ? ഇതിലേതാ? പിള്ളേരിട്ടോരോ വിളിപ്പേര്. മാസ്റ്റർ വാ, അകത്തേക്ക് ഇരിക്കാം. അമ്മച്ചേ ചായ എടുക്കാം. ഇനി ഇരിക്കാലോ? ഞാനും ഉടനെ മാസ്റ്റർ ആവും. ആണോ? എന്നാ ഉറപ്പിച്ചിരിക്കേ. എത്തി സൂപ്പർ സ്റ്റാർ പ്രേമാനന്ദ്. 1.5 വർഷം ആദിത്യൻ സാറിന്റെ പുറകെ നടന്ന് കയ്യും കാലും പിടിച്ചിട്ട് ഇവന്റെ അച്ഛൻ ഹോം മിനിസ്റ്റർ ഇല്ലേ, മൂപ്പറുണ്ടാക്കിയ പ്രോജക്റ്റ് ആണെന്നാ കേൾക്കുന്നത്. പക്ഷേ മകന്റെ വരവും പോക്കും കണ്ട അതിന് യാതൊരു അഹങ്കാരവും തോന്നത്തില്ല. എടാ എൽദോ, അത് നമ്മുടെ പത്തനംതിട്ടക്കാരൻ ഹണിദാസ് അല്ലേ? എന്താടോ ഹണിദാസേ, എസ്കോർട്ട് വണ്ടിയൊന്നും അങ്ങോട്ട് വലിക്കുന്നില്ലല്ലോ. തന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, ഉടനെ ശരിയാവും. താങ്ക് യു സാർ. ഇവിടെ ഉണ്ടാവണം, തിരിച്ചു പോകുമ്പോൾ എസ്കോർട്ടിന്റെ ആവശ്യം വരും, അല്ലെ ക്രൗഡിന്റെ ശല്യം ഉണ്ടാവും. ക്രൗഡ് കോപ്പ്. ഇവനൊക്കെ സിനിമ കാണാൻ തിയേറ്ററിലെത്തുന്ന 4-3-7 പേരാ, എന്നിട്ട് ഇവനൊക്കെ പോലീസ് എസ്കോർട്ടും. കഷ്ടം. ഗുഡ് മോർണിംഗ് ആദിത്യ സർ. മെലിഞ്ഞോ നീ? നിന്റെ പടമല്ലേ? ആ പിന്നെ അച്ഛൻ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. വരാൻ കഴിയില്ല, ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ടെന്ന്. വരാത്ത നന്നായി. അലമ്പ ഇപ്പോഴും മാറിയിട്ടില്ല. എത്ര ഷർട്ടുണ്ട്? 3 ഇതെന്നെ അലക്കുകടയോ? നമസ്കാരം സാറേ, ഞാൻ ഗൗരി മാഡത്തിന്റെ മേക്കപ്പ് മാനാ. പേര് മുരുകൻ ഡീസന്റ് മുക്ക്. ഈ ഡീസന്റ് മുക്ക് എന്നുള്ളത് എന്റെ അച്ഛന്റെ പേരാണോ? അയ്യോ അല്ല, അത് തിരുവനന്തപുരത്ത് മുടവൻ മുകളിലുള്ള ഒരു ജംഗ്ഷനാ. എന്റെ അച്ഛൻ അവിടെ വർക്ക്ഷോപ്പായിരുന്നു. ഞാന് സത്യൻ, ഈ പടത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ. അറിയാം. കാമം, ക്രോധം, കമ്പം, ആഹ്ലാദം, അട്ടഹാസം, അട്ടിമറി, സന്തോഷം, വൈക്ലഭ്യം, ആശ്ചര്യം, നിരാശ, നിർമാല്യം, നീരസം, ഇതിലേത് തരം മേക്കപ്പ് വേണമെന്ന് ചോദിക്കാൻ വന്നാ സാറേ. ആ കുട്ടിക്ക് ജന്മനാ കിട്ടിയ ഒരു സൗന്ദര്യമുണ്ട്, അത് നശിപ്പിക്കാതെ താനിഞ്ഞ് കൊണ്ടുവന്നാ മതി. ഡീസന്റ് മുക്ക് ചെല്ലേ. ഇല്ല, ഞാൻ അഭിനയിക്കില്ല, അത് ശരിയാവില്ല. സിനിമാ നടനെ, അതും ഈ ഞാൻ. എടാ, ഈ ഡ്യൂപ്പ് ചെയ്യുന്ന പോലെ എളുപ്പമല്ല സിനിമയിൽ അഭിനയിക്കാന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? ഒരു സിനിമയിൽ അഭിനയിച്ച് അതങ്ങാണോ അബദ്ധത്തിനൊരു 10 ദിവസം ഓടിയാ ഇതുപോലൊരു ബാറിൽ വന്നിരുന്ന് വെള്ളം അടിക്കാൻ പറ്റുമോ? ബ്യൂറേസിൽ പോയി ക്യൂ നിൽക്കാൻ പറ്റുമോ? പള്ളിപ്പെരുന്നാളിൽ കൊയറ പാടാൻ വരുന്ന പെമ്പിള്ളാരോട് സ്വറ പറയാൻ പറ്റുമോ? അതൊക്കെ ചെയ്യാൻ ജോലിയും കൂലിയൊന്നും ഇല്ലാത്തൊന്നും ഉമ്മയൊക്കില്ല ഇവിടെ, അല്ലേ? നമ്മുടെയൊക്കെ ഇടയിൽ ഒരു സിനിമാ നടൻ ഒന്ന് സമ്മതിക്കടാ ആന്റണി. ഭാഗ്യാർക്കും വേണ്ടി കാത്തിരിക്കലേട്ടാ. ഇരിക്കണ്ടാ, അതതിന്റെ വഴിക്ക് നടന്നോട്ടെ. എന്റെ ആന്റണി, എത്ര കഴിവുണ്ടായിട്ടും അവസരം കിട്ടാത്ത സ്ഥലമാ സിനിമ. അവസരം കിട്ടുന്നവർക്കോ ഭാഗ്യം ഉണ്ടാവില്ല, ഭാഗ്യമുള്ളവർക്കോ കഴിവ് കാണില്ല. നീ ഒന്ന് ശരിയെന്ന് പറഞ്ഞാൽ എത്ര ജീവിതങ്ങളാ മാറാൻ പോകുന്നേ? അതെ, ഒരുപാട് ജീവിതങ്ങൾ മാറും, കൂട്ടത്തിൽ എന്റെയും. എനിക്കാണെങ്കിൽ ഇപ്പോഴുള്ള ഈ ജീവിതത്തിനോട് വല്ലാത്തൊരിഷ്ടവും. സുനി, ഏറ്റവും അന്ത്യാഭിലാഷം നീ നടത്തി തരില്ലടാ. നടത്തി തരാം. ഇന്നത്തെ ഈ ബില്ല് നീ കൊടുത്തോ. മരിക്കുന്നതിന് മുമ്പ് ഒരു നല്ല കാര്യമെങ്കിലും ചെയ്യും. ഇതേ കിടക്കണ്. ഹക്കീം ഭായ് വാ. അല്ല, ഇത് 1000 രൂപയൊക്കെ